ആ ബസ് ഡ്രൈവർ ആൾ നല്ല പയ്യനെന്നാണ് കേട്ടോ. ഈ അവനെ നാട്ടിൽ കോഴി എന്നാ വിളിക്കുന്നതെന്ന് ഈ ബസ് ഡ്രൈവറെ ഉറങ്ങാൻ പോയപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞ് 10 മണിക്ക് റൂമിൽ കയറി 4 മണിക്ക് പോയി. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അതായത് ഇവർ തമ്മിൽ പോലും ലവ് മാരേജ് ആണ് നടന്നിട്ടുള്ളത്. അഥവാ അഖിലും ഈ പറയുന്ന പെൺകുട്ടിയും തമ്മിലും നടന്നിട്ടുള്ളത് ലവ് മാരേജ് ആണ്. ചേച്ചി ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നല്ലേ ബിഗ് സ്ക്രീനില് എന്തായാലും ഇത് അങ്ങോട്ടേക്ക് ഇപ്പോഴും ഇതിപ്പോൾ ആ പെൺകുട്ടിയുടെ ഇതിനകത്താണ് കാണുന്നത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കുറച്ച് സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ വിളിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അഖിൽ എൻആർഡിയുടെ വൈഫ് ഇപ്പോൾ ഒളിച്ചോടി എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് വളരെയധികം പരക്കുന്നു. ഇന്നലെ ഈ സംഭവം അറിഞ്ഞതാണ്. പക്ഷേ അതൊരു വീഡിയോ ആക്കണമെന്നൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം അവരുടെ വളരെയധികം പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ കേട്ടതൊക്കെ ശരിയാവണമെന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. എന്നാൽ സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മുഴുവൻ അങ്ങോട്ട് ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഞാൻ കേട്ടതിൻ്റെയും അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ ഈ ഒരു വീഡിയോയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു ഇറങ്ങിപ്പോക്കെന്ന് പറയുന്ന സമയത്ത് ആ ഒരു കാര്യത്തിൽ ആദ്യം നമ്മൾ വിരൽ ചൂണ്ടാൻ സാധ്യതയുള്ളത് ഇപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വേറൊരു പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോയി, ഒരു ബസ് ഡ്രൈവറോടൊപ്പം ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഏകപക്ഷീയമായിട്ട് തന്നെ കൈകളെല്ലാം ഉയരാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന മേഘയ്ക്കെതിരെയായിരിക്കാം. എന്നാൽ അവിടെ മറ്റൊരു വശമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിച്ച് പോകാം. ആരെയും ന്യായീകരിക്കാനോ ആരെയും പുകഴ്ത്താനോ അല്ലെങ്കിൽ ആരെയും വെള്ളപൂശാനോ ഒന്നുമല്ല. എന്നാൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് കാണുന്ന മുഖങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആണെന്നുള്ള ധാരണയൊന്നും അത്രയ്ക്ക് വേണ്ട എന്നുള്ളതാണ്. നമുക്ക് ആദ്യം വിഷയത്തിലേക്ക് വരാം. നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഈ ഒരു കമൻറ്റിൻ്റെ ബേസിലാണ്. കമൻറ്റ് ഇതാണ്: സത്യമാണ്, സംഭവം നടന്നിട്ടിപ്പോൾ 2 ദിവസമായി. അവൾ പന്തളം പൂഴിക്കോട് സ്വദേശിയായിട്ടുള്ള ബസ് ഡ്രൈവർ അനൂപ് എന്ന ആളുടെ കൂടെ ആണ് പോയത്. 2 കൂട്ടരെയും നൂർനാട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നത് അവന് വേറെ ഗേൾസുമായിട്ട് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നാണ്. അങ്ങനെ 2 കൂട്ടരും അവരവരുടെ വഴിക്ക് പോയി എന്നാണ് നൂർനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇതേ സ്റ്റേഷനിൽ വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഇദ്ദേഹത്തിനെ കണ്ട ഞങ്ങളുടെ സുഹൃത്തുക്കളും പറഞ്ഞായിരുന്നു, അദ്ദേഹം വളരെ ഡൗൺ ആയിട്ടാണ് കണ്ടത്, ഒന്നും സംസാരിക്കാതെ വളരെ തകർന്ന ഒരവസ്ഥയിലായിരുന്നു എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അഖിൽ എൻആർഡി ഇപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശനം നടന്നതിന് ശേഷം കുറേയധികം സൈബർ അറ്റാക്ക്, കുറേയധികം ഹെയ്റ്റ് ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. കാരണം ഒരു റീലിലൂടെയൊക്കെ കടന്നു വന്നിട്ട് സിനിമയിലേക്ക് എത്തുക എന്നുള്ള കാര്യം വളരെ വലിയൊരു കാര്യമാണ്. ആ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിത പങ്കാളിയാണ്. ജീവിത പങ്കാളി അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വന്നതും മറ്റൊരു ട്വിസ്റ്റാണ്. ആ ട്വിസ്റ്റിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇവിടെ മെയിനായിട്ട് വേറെ എങ്ങനെയാണ് ഈ സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പുറത്തേക്ക് വരുന്നൊരു കാര്യം. അതായത് FBയിൽ ന്യൂസ് കണ്ടിരുന്നു, ബസ് ഡ്രൈവറിൻ്റെ കൂടെ പോയി എന്നാണ് കേട്ടത്. അഖിൽ ഉറങ്ങാൻ പോയപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞ് 10 മണിക്ക് റൂമിൽ കയറി 4 മണിക്ക് പോയി എന്ന് അതിലുണ്ട് കമൻറ്റ് ബോക്സിൽ കണ്ടൊരു കമൻറ്റാണ്. സത്യം അറിയത്തില്ല എന്നും അവന് വേറെ പെണ്ണുമായിട്ട് റിലേഷൻ ഉണ്ട് അങ്ങനെ പോയതാണെന്നും കമൻറ്റ് കണ്ടു. ആൾക്കാർ മൊത്തത്തിൽ ഇത് സോഷ്യൽ മീഡിയക്കകത്ത് സ്പ്രെഡാവുന്നു. ഇവരുടെ നാട്ടിലുള്ളവർ ഇവർ അറിയുന്നവരൊക്കെ തന്നെയാണ് ഇത് സംഭവം സ്പ്രെഡാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൾ ഒറ്റ നിമിഷം കൊണ്ടാണോ മറ്റൊന്ന് സെറ്റാക്കി കൂടെ പോയതെന്നുള്ള കാര്യമാണ്. അത് അഖിൽ എൻആർഡി ഇപ്പം ചോദ്യശരങ്ങൾ ഇപ്പം 2 പേരുടെ ഭാഗത്തും വന്നിട്ടുണ്ട്. അതായത് അഖിലിൻ്റെ വൈഫ് ഇറങ്ങിപ്പോയി എന്നുള്ളൊരു ചോദ്യമാണ് പൊതുവിൽ സോഷ്യൽ മീഡിയ പറയുന്നത്. ഒരുത്തി കണ്ടില്ലേ, അവൾ സ്ത്രീകൾ അപമാനമാണ്, ഇവളെപ്പോലുള്ള സ്ത്രീയാണോ എന്നുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കാര്യം മനസ്സിലാക്കണം, കുറേ അധികം ആൾക്കാർ പറഞ്ഞു ഡിവോഴ്സിലേക്കൊക്കെ പോയി, ഡിവോഴ്സ് ചെയ്ത് സ്വന്തം ജീവിതത്തിലേക്ക് പോയാൽ പോരെ എന്നുള്ളടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ ചോദ്യം ചോദിക്കട്ടെ, അഖിലിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഇവർ പറയാത്തടത്തോളം കാലം, ഇത് പുറത്ത് വരാത്തടത്തോളം കാലം നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ അസ്യൂം ചെയ്ത് പറയുന്നൊരു കാര്യം മാത്രമാണ്. ഒരു പെൺകുട്ടി അദ്ദേഹത്തെ എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി അവരുടെ വീടൊക്കെ വയ്ക്കുന്നു, നല്ല ദാമ്പത്യ ജീവിതം, നല്ല രീതിയിൽ ഫെയിമായിട്ടുള്ള ഒരു വ്യക്തി, അത് സാമ്പത്തികമായിട്ടൊന്നും പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. സാധാരണ ജീവിതത്തിലൊക്കെ സാമ്പത്തികമാണ് പ്രശ്നം. അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല നമ്മൾ പുറമേ കാണുന്നതാണ് ഈ പറയുന്നതൊക്കെ. പിന്നെ ഈ അഖിലിനെ ഞാൻ നേരിട്ട് എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പരിചയമൊക്കെ ഉണ്ട്. ഇപ്പം കുറേ ആയി, അത് കുറച്ചാളിന് മുമ്പ് എന്തുവാണ്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം അന്നൊരു ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് അദ്ദേഹം എന്തോ സഹായവും ആരൊക്കെ ചെയ്ത്, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. പുള്ളി നല്ലൊരു മനുഷ്യനായിട്ടാണ് എൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി നമ്മൾ പുറമേ കാണുന്നതിനും അപ്പുറം ആളൊരു നല്ലൊരു വ്യക്തിത്വം എന്നാണ് എനിക്ക് ഈ നിമിഷം വരെയും എൻ്റെ മനസ്സിനകത്തുണ്ടാവുന്ന ചിന്ത. ഓക്കെ, അത് ശരിയാവാം തെറ്റാവാം അറിയില്ല, അത് അറിയുന്നവർ പുറത്ത് പറയട്ടെ.
അങ്ങനെ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാവിധ സൗഭാഗ്യങ്ങളോടും ജീവിക്കുന്ന ഒരു പങ്കാളി, ആ പങ്കാളി ഒരു സുപ്രഭാതത്തിൽ പോകണമെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ? ഇപ്പോൾ ആരോപിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇത് അദ്ദേഹത്തിന് മറ്റ് സ്ത്രീ ജനങ്ങളുമായിട്ട് എന്തോ ബന്ധമുണ്ട്, മറ്റ് അഫെയറുണ്ട്, ഇദ്ദേഹത്തിന് വേറെ അഫെയറുണ്ട്. ആ അഫെയർ കാരണമാണ് ഈ പെൺകുട്ടി മറ്റൊരു ജീവിതം മറ്റൊരാളുമായിട്ട് തിരഞ്ഞെടുത്തത്. ഇവിടുത്തെ ഈ ഒരു ശരിതെറ്റുകൾക്കിടയിലാണ് മൊത്തത്തിൽ ചോദ്യം വരുന്നത്. ഇതിനകത്ത് അഖിലിനോടും ചോദ്യം വരുന്നുണ്ട്, ഈ പെൺകുട്ടിയോട് ചോദ്യം വരുന്നുണ്ട്. ന്യായമാണത്? അത് ന്യായമല്ലെന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം പബ്ലിക് ഫിഗേഴ്സാണ് രണ്ടുപേരും. അഖിൽ NRD സോഷ്യൽ മീഡിയ ഫെയിമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പെൺകുട്ടി വന്നതിന് ശേഷം ഇവർ ഒരുമിച്ച് റീലുകൾ ചെയ്യുന്നു. റീസെൻ്റ്ലി അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങിയ സമയത്ത് പോലും തൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന സന്തോഷവതിയായിട്ട് കാണപ്പെടുന്ന ആ പെൺകുട്ടി ഈ ദിവസങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾക്കൊപ്പം ഇറങ്ങിപ്പോകാൻ കഴിയുമോ? കേവലം 1 വർഷം മാത്രം ദാമ്പത്യം. ആ ദാമ്പത്യത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ക്ലേശകരമായിട്ടുള്ള സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാൾക്കൊപ്പം പോയതാണോ? അതോ പെട്ടെന്ന് ഇവർക്ക് ചിലപ്പോൾ വേറെ കുറേ ആരോപണങ്ങൾ പല സ്ഥലങ്ങളിൽ വരുന്നു, ഇവർക്ക് വേറെന്തോ നേരത്തെ ബന്ധമുണ്ടായിരുന്നു, റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ മാത്രമാണ്, നമുക്ക് ആർക്കും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു കാര്യം. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രൈമായിട്ടുള്ളൊരു സാധനം ഇപ്പോൾ കാണാം. എങ്ങനെയാണ് നോക്കിക്കോ, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? നിങ്ങൾ ലവ് മാരേജ് ആണോ? എങ്ങനെയാണ്? അതായത് ഇവർ തമ്മിൽ പോലും ലവ് മാരേജ് ആണ് നടന്നിട്ടുള്ളത്. അഥവാ അഖിലും ഈ പറയുന്ന പെൺകുട്ടിയും തമ്മിലും നടന്നിട്ടുള്ളത് ലവ് മാരേജ് ആണ്. അദ്ദേഹവും ലവ് മാരേജായി അദ്ദേഹത്തിൻ്റെ ജീവിതസഖിയായിട്ട് ആ പെൺകുട്ടിയെ കൂടെ കൊണ്ടുവന്ന സമയത്തും അതിനു മുമ്പ് കുറേ കാലം പ്രണയമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത്ര ഷൈ ആയിട്ടുള്ള എനിക്കത് അറിയായിരുന്നു. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടില് പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായ, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. ഞാൻ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പഴത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ, ആവാൻ പറ്റുന്നത്. നിങ്ങൾ ലവ് മാരേജ് ആണോ? ഓക്കെ. അപ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്ന തൻ്റെ പാർട്ട്ണറെ കുറിച്ച് വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഓക്കെ, എനിക്ക് അതിനകത്ത് റെസ്പെക്റ്റ് തോന്നി. ഇനി ഇവിടെ ചില കമൻറ്റുകളിലേക്കൊക്കെ അദ്ദേഹം ലവ് മാരേജ് ആയിരുന്നു എന്നിട്ടാണ് ഈ പുള്ളിക്കാരത്തി വേറെ മാരേജിലേക്ക് പോയെന്നുള്ള കാര്യമാണ്. നമുക്കതിലേക്ക് വരാം. ഓക്കെ, ആ പെണ്ണിനെ പറയുന്നത് ഓർക്കണം, പുറത്ത് നിന്ന് കാണുന്നതല്ല ഇവൻ്റെയൊക്കെ റിയൽ ഫേസ്. ഒരുമിച്ച് ജീവിച്ച ആ പെണ്ണിനെ അറിയൂ. ഒളിച്ചോട്ടത്തെ ന്യായീകരിക്കുന്നില്ല. ഒരു ഭാര്യ അതിന് നിൽക്കണമെങ്കിൽ 100% അതിന് കാരണക്കാരൻ അവളുടെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കും. ഇവൻ്റെ വീഡിയോ കണ്ട് പാവത്താനം തോന്നുന്ന ഗേൾസിനോട് ഒന്നേ പറയാനുള്ളൂ, ഒരു ആണിനെ മറ്റൊരാണിനെ മനസ്സിലാകൂ എന്ന് പറയുന്നു. ഇതിനകത്ത് ആക്ച്വലി കുറേ സംഭവങ്ങൾ ശരിയാണ്. ഇപ്പം ഞാൻ ഏകപക്ഷീയമായിട്ട് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പെൺകുട്ടിയും കുറ്റപ്പെടുത്തുന്നില്ല, ഇദ്ദേഹത്തിനെയും കുറ്റപ്പെടുത്തുന്നില്ല. ഒരു റിയാലിറ്റി പറയാം. ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇദ്ദേഹവും ഈ പെൺകുട്ടിയും എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുന്നു. ദാമ്പത്യ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിലാണല്ലോ ഈ പെൺകുട്ടി മറ്റൊരു ബസ് ഡ്രൈവർക്കൊപ്പം ഇറങ്ങിപ്പോയത്. അതൊരു തീരുമാനം ഒരു ദിവസം കൊണ്ടുണ്ടാവും. നിങ്ങൾ ആരെയും ചിന്തിക്കുന്നുണ്ടോ? ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടുണ്ടാവുന്നൊരു സംഭവമല്ല. ഒരു തീരുമാനം എടുത്ത് ഉറപ്പിച്ചിട്ട് കുറേയധികം ബാഗുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ്. വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ് ഈ പറഞ്ഞ ബസ് ഡ്രൈവർക്കൊപ്പം പോകുന്നത്. ആലോചിക്കണം, ഒരു ബസ് ഡ്രൈവർക്കൊപ്പം പോകുന്നത് ഞാൻ അവരുടെ തൊഴിലിനെ വില കുറച്ച് കാണുന്നില്ല, എങ്കിലും വളരെയധികം സുഖ സൗകര്യങ്ങളോടൊപ്പം ഇദ്ദേഹത്തിനൊപ്പം ഒരു പുതിയ വീടൊക്കെ വെച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾ വേറെ ഒരു ബസ് ഡ്രൈവർക്കൊപ്പം പെട്ടെന്നൊരു ജീവിതത്തിലേക്ക് ചേക്കാറാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പിന്നിൽ ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എങ്കിൽ പിന്നെ ഡിവോഴ്സ് ചെയ്തുകൂടെ? ഞാനാണെങ്കിലും അങ്ങനെ ചിന്തിക്കും. ഡിവോഴ്സൊക്കെ ചെയ്ത് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് പോകാമല്ലോ. ഡിവോഴ്സ് എന്നുള്ളൊരു കാര്യത്തിൻ്റെ പ്രോസസ്സ് എത്രയോ കാലം നീണ്ടു നിൽക്കും. ഇനി അത് മാത്രമല്ല, ഇനി വേറൊരു കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ
വേണ്ടെങ്കിൽ നീ നിൻ്റെ വീട്ടിലേക്ക് പോയി എല്ലാ കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ചിട്ട് നീ ഒഴിവാക്കിയിട്ട് നീ മറ്റൊരു ജീവിതത്തിലേക്ക് പോയെങ്കിൽ ഒരു മാന്യത ഉണ്ടായിരുന്നു നമുക്ക് പറയാം. അവിടെയും വേറൊരു സംഭവമുണ്ട്. ഇവരുടെ കുടുംബങ്ങൾ തമ്മിൽ എന്താണ് യോജിച്ച് പെരുമാറിയിട്ടാണ് നമ്മൾ ഈ കല്യാണം നടന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗം കൊണ്ട് തന്നെ കേട്ടത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒത്തൊരുമിച്ച് നടന്നിട്ടുള്ള ഒരു കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടാക്കി കൊടുത്തതിന് ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. ആ കുടുംബാംഗങ്ങൾ ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തിരിച്ച് ഇവരുടെ ഒന്നിപ്പിക്കുക എന്നുള്ള കാര്യമായിരിക്കും. പക്ഷേ എന്തോ ഒരു വളരെ സോൾഡ് ആയിട്ടുള്ള റീസൺ ആ പെൺകുട്ടിക്ക് ഉണ്ടാവാം. അത് എന്തോ ആണെന്നുള്ള കാര്യം പുറത്തു വരട്ടെ, നമുക്കതൊരൊന്നും പറയാൻ പറ്റത്തില്ല, അസ്യൂം ചെയ്ത് കുറ്റപ്പെടുത്തില്ല ആരെയും. അങ്ങനെ ആ പെൺകുട്ടിക്ക് തക്കതായ ഒരു കാരണം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ വീട്ടുകാർ ഒരു കാരണവശാൽ അംഗീകരിക്കത്തില്ല എന്നുള്ള തോന്നലുകൊണ്ടും ഇനി ലീഗലായിട്ട് പോകാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ആ കുട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, കാലതാമസങ്ങൾ ഒരുപാട് കാലം എടുക്കുമെന്നുള്ളതുകൊണ്ടും ചിലപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോഴും ഞാനതിനെ ന്യായീകരിക്കുന്നില്ല, അവരുടെ ഈ ഇറങ്ങിപ്പോക്ക് എന്നുള്ള സാധനത്തിന് ഒരിക്കലും ന്യായീകരിച്ച് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, ഇവിടെ ഒരു കാരണമില്ലാതെ ഒരാൾ പോവോ? 2 ദിവസം കയ്യും കലാശവും കാണിച്ചിട്ട് 3ൻ്റെ ഇറങ്ങി പോവോ? അങ്ങനെയാണ് പോയിട്ടുള്ളതെങ്കിൽ ഈ ജീവിതം തന്നെ വേസ്റ്റ് ആണെന്ന് എഴുതി അടിവരയിട്ട് ഒപ്പിട്ട് പറയേണ്ടി വരും, ഒരു സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് കമൻസും എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടിക്ക് എഗെയിൻസ്റ്റ് തന്നെയാണ്. ഞാൻ പറയുന്നത് ഒരു സാധ്യതയാണ്. അതിന് ആ പെൺകുട്ടിയുടേതായിട്ടുള്ള ഒരു കാരണം ഉണ്ടായേക്കാം. ആ കാരണം നമ്മൾ അറിയാതെ കുറ്റപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. ഇദ്ദേഹത്തിനും ചിലപ്പോൾ പറയാൻ വേണ്ടിയിട്ട് കാരണങ്ങളുണ്ടാവാം. കാരണം ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള സംഭവം ഉണ്ടാവാം. ചില പൊട്ടിത്തെറികളുണ്ടായപ്പോൾ ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവത്തില്ല. നേരത്തെ കണ്ട ഒരാളല്ല, ഇപ്പോൾ പെരുമാറുന്നത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ ആയേക്കാം. നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ലൈഫിനെ കുറിച്ച് നമ്മുടെ ഈ ചാനലിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്. പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല അവരുടെ റിയൽ ലൈഫിൻ്റെ അകത്തുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പെൺകുട്ടിക്ക് എന്തോ ചിലപ്പോൾ ഇദ്ദേഹത്തിൽ നിന്നും ഡൈജസ്റ്റ് ആവാത്ത എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടാവാം. അതർവൈസ് ഈ മറ്റേ പുറത്തു നിന്ന് വന്നു ഇപ്പോൾ ബസ് ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഈ പെൺകുട്ടിയിൽ പെട്ടെന്നൊരു വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ട് ആ പെൺകുട്ടിയെ ഒരു മായിക ലോകത്തേക്കൊക്കെ ക്ഷണിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവാം. അവിടെ ഭർത്താവിൻ്റെ കഴിവുകേടും ഭർത്താവിൻ്റെ കുറ്റവും ആണോ, അവിടെ ആ പെൺകുട്ടിയുടെ തന്നെ ഒരു എന്താ പറയുക, ആ മോഹം അല്ലെങ്കിൽ മറ്റൊരു സംഭവം വ്യാമോഹത്തിൻ്റെ പുറകെ മായ ലോകത്തിലേക്ക് പോയതാണോ എന്നുള്ള കാര്യം കൂടെ പുറത്തു വരേണ്ടതുണ്ട്. ഞാനിപ്പോഴും പറയുന്നറിയാമോ, ഈ അഖിലിൻ്റെ പേരിൽ ഇതുവരെ സോഷ്യൽ മീഡിയക്കകത്തെങ്ങും ഒരു തരത്തിലുള്ളൊരു നെഗറ്റിവിറ്റി നമ്മളെങ്ങും കേട്ടിട്ടില്ല, പറയേണ്ട സാഹചര്യം പോലും വന്നിട്ടില്ല. സാധാരണ രീതിയിൽ സോഷ്യൽ മീഡിയക്കകത്ത് അത്യാവശ്യം നിൽക്കുന്ന മിക്ക എണ്ണത്തിൻ്റെ പേരിലും കുറേ അധികം വരും. പക്ഷേ ഇതുവരെ വരാത്തൊരു വ്യക്തിയാണ്. ആ കുറേ കാലം കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് ഈ കാണുന്ന ഹാഷറും മറ്റു ടീംസൊക്കെ വരുന്നതിന് മുമ്പ് എത്രയോ കാലത്തിന് മുമ്പേ ഈ അഖിലനാറിന് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ഒരു മഹാ അപരാധിയാണോ എന്നുള്ളൊരു കാര്യം നമ്മളെല്ലാവരും, നിങ്ങളെ എന്നെയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ആ പെൺകുട്ടി അധികം പ്രായമൊന്നുമില്ല, ലവ് മാരേജ് ആണിത്. ആ ലവ് മാരേജിന് ശേഷവും മറ്റൊരാൾക്കൊപ്പം പോകാനുള്ളൊരു കാരണം എന്താണ് എന്നുള്ളൊരു കാര്യം രണ്ടുപേരുടെ ഭാഗത്തും ഒരു ന്യായം എന്നുള്ള സംഭവങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഇനി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയുന്ന യാഥാർത്ഥ്യങ്ങളുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ നിങ്ങളും കമൻറ്റ് ചെയ്യും. ഇനി അടുത്തത് ഈ കമൻറ്റ് ബോക്സിൽ തന്നെ അതിന് ഡിവോഴ്സ് എന്ന മാന്യമായ വഴിയുണ്ട് എന്നുള്ള കാര്യമാണ്. ശരിയാണ്. അപ്പോൾ ഇതിലും വലിയ ന്യായീകരണ സ്വപ്നങ്ങൾ മാത്രം. ഒളിച്ചോടിയവരുടെ ആരോ ആണിത് പോസ്റ്റിലും എല്ലാ കമൻറ്റിലും നടക്കുന്നു. ഡിവോഴ്സ് പറ്റി വലിയ ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു, ചെന്ന ഉടനെ എടുത്തു പോരാണല്ലോ, അത്രയും കോടതി കയറി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. സോ എല്ലാവരും അവർക്ക് ന്യായം ഉണ്ടാവും. ഓക്കെ, അൽഗോരിതം ഇവളിൽ ഏതോ കണ്ണാപ്പിയുടെ കൂടെ ഇറങ്ങിപ്പോയി, അവൻ്റെ അവസ്ഥ സ്റ്റേ സ്ട്രോങ് ബ്രോ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബസ് ഡ്രൈവർ അവനെ നാട്ടിൽ കോഴി, ആ ബസ് ഡ്രൈവർ ആൾ നല്ല പയ്യനെന്നാണ് കേട്ടോ. ഈ അവനെ നാട്ടിൽ കോഴി എന്നാ വിളിക്കുന്നതെന്ന് ഈ ബസ് ഡ്രൈവറെ. കണ്ടക്ടറല്ലേ ഇവിടെ, ശരിക്കും ഇവനല്ലേ ബ്രോ എന്നാ കണ്ണാപ്പി. അവൻ ഇനിയും പെണ്ണ് കെട്ടും, ഇവളുടെ കാര്യം മറ്റവൻ ഇനി ഇവളെ ഉപേക്ഷിച്ചാൽ ഷീ ബിലോങ്സ് ടു സ്ട്രീറ്റ്. അൽഗോരിതം മേഘയുടെ സ്മാർട്ട്നെസ് കൂടിപ്പോയത് കൊണ്ടല്ലേ ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. ഇതുപോലുള്ള വീഡിയോ കാണുന്നത് കൊണ്ടാണ് ലവ് അവസാനം. സ്റ്റേ സ്ട്രോങ് ബ്രോ. എല്ലാവരും എന്താ പറഞ്ഞേ, ഇദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുള്ള അടിസ്ഥാനത്തിൽ എനിക്കും ആള് വളരെ നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള ശാന്ത സ്വഭാവിയായിട്ടുള്ള പെരുമാറ്റമുള്ളൊരു മനുഷ്യൻ. അത് ഞാൻ ഇത് നോട്ട് ചെയ്യാൻ കാര്യം, പുള്ളി ഏതോ ഒരു ക്യാൻസറിൻ്റെ എന്തോ സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു കാര്യം, ബ്രോ അങ്ങനെ സംഭവം ഉണ്ടെന്നോ ശരിയാണോ, ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്ന് സംസാരിച്ചിട്ട് നല്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് ഷോർട്ടായിട്ടുള്ളൊരു കൊണ്ട്. പിന്നെ ഏതൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് പയ്യന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അറിയില്ല ഗൈസ് എന്താണ്. ചേച്ചി ആദ്യമായിട്ട് ഞാൻ സ്ക്രീനിൽ കാണുന്നല്ലേ ഇതിന്റെ ബിഗ് സ്ക്രീനില്, എങ്ങനെയുണ്ടായിരുന്നു?
ഇത് വന്നിട്ടുള്ളത് മഹാരാജ ഹോസ്റ്റൽ എന്ന സിനിമ. മെയിൻ ക്യാരക്ടറായിട്ട് ഒരു സിനിമ ഇറങ്ങിയേക്കാണെങ്കിൽ സന്തോഷം. ഞാൻ എല്ലാ കാര്യം പറയാം. സംഭവിച്ചത് ഇത് നമ്മളല്ല പറഞ്ഞു, ഞാൻ എത്ര പറഞ്ഞ കാര്യമില്ല, കാണുന്ന ആൾക്കാരല്ല പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് എന്ത് ഫീൽ ചെയ്ത് കണ്ടിരുന്നു? ബഡ്ജറ്റിന്റെ നമ്മള് ചെറിയ ബഡ്ജറ്റ്, ചെറിയ പ്രൊഡക്ഷൻ ഹൗസ്, ചെറിയ ആർട്ടിസ്റ്റുകൾ, അപ്പൊ അതിന്റെയൊക്കെ ചെറിയൊരു കാണും. മാക്സിമം ഞങ്ങൾ നല്ലോണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതായത് ഇത് ജൂലൈ 24-നാണ് ഇദ്ദേഹവും ഭാര്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഈ വീഡിയോ വന്നേക്കുന്നത്. അതിനുശേഷം വെറും 2 ആഴ്ചക്കിപ്പുറം ആ പുള്ളിക്കാരത്തി മറ്റൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് പോയി എന്നുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞ ഷോക്കാക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം മാത്രമാകുന്നു. രണ്ടുപേരുടെ ജീവിതം തുടങ്ങിയത് ലവ് മാരേജിലൂടെയാണ്. അതിനുശേഷം ഇപ്പോൾ പുള്ളിക്കാരി പോയി, വേറൊരാളുടെ കൂടെ പോയി. ഇനി മറ്റേ ഈ കോഴി എന്നറിയപ്പെടുന്ന ബസ് ഡ്രൈവറുടെ കാര്യം എന്ത് പറയാനെന്നല്ലേ. ഇപ്പം ഈ ഒരു സംഭവങ്ങൾ കേൾക്കുന്നതിനകത്ത് ഇപ്പോൾ 2 വശം പറയുന്നുണ്ട്. പെൺകുട്ടി പറയുന്നു ഇദ്ദേഹത്തിന് വേറെന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. എന്നാൽ നാട്ടുകാർ പറയുന്നു ഈ പെൺകുട്ടിയെ കൊണ്ടുപോയവൻ ലോക കോഴിയാണെന്നും. അതിൻ്റെ അകത്തുള്ള സത്യാവസ്ഥ നാട്ടുകാർക്കേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ ശരിയാവാം, തെറ്റാവാം. അഖിലൻ ആർഡിയെക്കുറിച്ച് നമ്മുടെ അറിവിൽ നിന്ന് എങ്ങും ഒരു മോശമായിട്ടുള്ളൊരു സംഭവങ്ങൾ കേട്ടിട്ടില്ല. ഇനി ആരോപണങ്ങൾ വരുമോ, ഇനി പെൺകുട്ടി വന്നിട്ട് ഇനിയിപ്പം പുള്ളിക്കാരൻ അങ്ങനെയാണെന്നൊക്കെ പറയുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. അതിന് 2 വശങ്ങൾ വരും. കാരണം ഒരാളുടെ കൂടെ പോയതിന് ശേഷം, അയാളുടെ കൂടെ നിന്നതിന് ശേഷം ഇദ്ദേഹത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റാത്ത, സ്ത്രീത്വത്തിനെ അങ്ങേറ്റം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയ ക്രൂരകൃത്യങ്ങളോ മോശമായ പ്രവണതകളോ ഇദ്ദേഹത്തിന് ഒരു NPD-യിലുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഈ പെൺകുട്ടി പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയേണ്ടി വരും. ഇതൊന്നും പറയാതെ ഇത് സൈലൻ്റായിട്ട് ഈ പെൺകുട്ടി പോവുകയും ഈ ബസ്സിൻ്റെ ഡ്രൈവറിലൂടെ ഉള്ളൊരു ജീവിതം ഇദ്ദേഹത്തിനെക്കാട്ടിലും മെച്ചപ്പെട്ടൊരു ജീവിതം അവിടെ ലഭിക്കുമെന്നുള്ളൊരു കാര്യത്തിൻ്റെ പുറത്തേക്ക് പോയതാണോ എന്നുള്ളതടക്കമുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ നാറിയിരിക്കുന്നത് അഖിൽ NRD തന്നെയാണ്. കാരണം ചോദ്യങ്ങൾ മൊത്തം അദ്ദേഹത്തിലേക്കാണ്. കാരണം ഒന്ന് കഴിവില്ലാത്തത് കൊണ്ട് വേറെ പുരുഷനെ തേടി പോയതാണ്. ഇദ്ദേഹത്തിൻ്റെ കഴിവുകേടിനെ ചോദ്യം ചെയ്യും. ഇദ്ദേഹത്തിന് മറ്റ് തരത്തിലുള്ള ബന്ധങ്ങൾ ആരോപണം വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ഇനി ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ വരും. പക്ഷേ അഖിൽ NRD സജീവമായിട്ട് ഈ നിമിഷം വരെയും ഇദ്ദേഹത്തിൻ്റെ പങ്കാളിയായിരുന്ന പെൺകുട്ടിയെ ഈ നിമിഷം വരെയും തള്ളിപ്പറയാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പറയാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാനോ ഈ നിമിഷം വരെയും ചെയ്തിട്ടില്ല. കാരണം ഏറെ വേദനിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ 2 പേരുടെയും ഐഡിക്കകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അഖിൽ NRDയുടെയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെയും 2 പേരുടെയും ഐഡിക്കകത്ത് ഇവരുടെ വീഡിയോസ് കിടപ്പുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ വല്ലാതെ ഒരു നോവ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇവരുടെ 2 പേരുടെയും പ്രൊഫൈലിനകത്ത് കല്യാണത്തിൻ്റെ അടക്കം വീഡിയോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ആ കൊളാബ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ 2 പേരും തമ്മിൽ യോജിച്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, ആ മേഘ എന്നുള്ള പെൺകുട്ടിയുടെ അതൊക്കെ അവിടെ കിടപ്പുണ്ട്. എന്തായാലും ഇത് അങ്ങോട്ടേക്ക് ഇപ്പോഴും ഇതിപ്പോൾ ആ പെൺകുട്ടിയുടെ ഇതിനകത്താണ് കാണുന്നത്. അതിനകത്ത് എല്ലാം ഈ പുള്ളിക്കാരൻ്റെത് മാത്രമാണ്. കാരണം പിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതൊക്കെ. അവിടെ നോക്കിയേ, എല്ലാം ഈ പുള്ളിയുമായിട്ട് ചേർന്നിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതല്ലേ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്കിടെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടേ, നമുക്ക് ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ലൈഫ് എന്നുള്ള സാധനം അൺപ്രഡിക്റ്റബിളാണ്. ഇവരുടെ ലൈഫിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത് ഇപ്പം ഒരു തരത്തിൽ യോജിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റാത്ത ബന്ധമാണ്. ഇതിങ്ങനെ ആയെങ്കിൽ അങ്ങനെ ആയിപ്പോട്ടെ. ഇവർക്ക് 2 പേർക്ക് 2 നല്ല ജീവിതം ഇനി ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. 2 പേർക്കല്ല, ഇനി ഈ അഖിലിന് നല്ലൊരു ജീവിതം ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇത് അദ്ദേഹത്തിന് എത്രമാത്രം വേദന ഉണ്ടാക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൻ്റെ അകത്ത് അപഹാസ്യനാക്കും. സിനിമയുടെ പരാജയം, അതിൻ്റെ പിന്നാലെ ഈ ഭാര്യയുടെ ഇറങ്ങിപ്പോക്ക്, കുറേ ചോദ്യങ്ങൾ, സമൂഹത്തിൻ്റെ കുറേയധികം സംഭവങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം പുള്ളിക്കാരൻ്റെ സമൂഹം ഒറ്റപ്പെടുത്തും തോന്നുന്നില്ല. ഇതിനകത്ത് ചില സത്യങ്ങൾ പുറത്തു വരാനുണ്ടെങ്കിൽ അത് പുറത്തു വരും. ഞാനെന്താ പറഞ്ഞത്, നാട്ടിൽ നമ്മുടെ കുറേ അധികം സുഹൃത്തുക്കളോട് അന്വേഷിച്ച സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് എന്തോ കാര്യമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെയാണ്, അതിൻ്റെ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ പറയാത്തത്. ഓക്കെ, ഈ പുള്ളിക്കാരനെ കുറിച്ച് കുറ്റമായിട്ടൊന്നും ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പാവമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മോശമായിട്ടുള്ളൊരു അഭിപ്രായം എങ്ങും പറഞ്ഞിട്ടില്ല. 4 മണിയായപ്പോഴേക്കും CCTVയുടെ ഫുട്ടേജൊക്കെ പുറത്തുനിന്നൊക്കെ പറയും 4 മണിയായപ്പോൾ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പങ്കാളിയുടെ ഒപ്പം
ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല എങ്കിൽ സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളത് തുറന്ന് പറയുക. അത് പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെയാണെങ്കിൽ പറ്റത്തില്ല, എനിക്ക് തീർച്ചയായിട്ടും നമുക്കിത് രണ്ടുപേർക്കും കൂടി യോജിച്ചുകൊണ്ട് തന്നെ ഒരുമിച്ച് പിരിയാം എന്നുള്ള രീതിയിലേക്ക് തീരുമാനം എടുത്തിട്ട് രണ്ട് വഴിക്ക് പോവുക. ഇവിടെ ആ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവർക്ക് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അതർവൈസ് ആ കുട്ടികളൊക്കെ ഇങ്ങനെ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ട്രോമ വളരെ ഗുരുതരമായിട്ട് മാറും. ഇങ്ങനെ പിരിഞ്ഞ് താമസിക്കുന്ന അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ അവർക്ക് വേറെ ഫ്യൂച്ചറും വേറെ കല്യാണം കഴിച്ച് വേറെ ജീവിതങ്ങളുണ്ടാകും. പക്ഷേ ഇതിനിടയിൽ പെട്ടുപോകുന്ന കുറേ കുട്ടികളുണ്ട്. അവരുടെ ഈ പാസ്റ്റ് അവരുടെ ഫ്യൂച്ചറിന് വളരെ തകർക്കും എന്നുള്ള കാര്യമാണ്. പിന്നെ ഈ പെൺകുട്ടി എടുത്തുചാട്ടം കൊണ്ട് വേറൊരാളുടെ മേനി വെളുപ്പോ അല്ലെങ്കിൽ ആ ആകാര ഭംഗിയോ ദൃഢതയോ ഒക്കെ കണ്ടിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ളതാണ് എങ്കിൽ അത് കാലം അതിനുള്ള മറുപടി തരട്ടെ. അതല്ല, വ്യക്തമായ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പെൺകുട്ടി പോയിട്ടുള്ളതെങ്കിൽ നല്ലത് തന്നെ തരട്ടെ. സോ ഗൈസ്, എന്താണ് നിങ്ങൾക്കുള്ള ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇന്ന് ലൈഫുകളിലൊന്നും ഇങ്ങനെയുള്ളൊരു ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ബന്ധങ്ങൾ രണ്ടായിട്ട് തന്നെ പോകട്ടെ. വെറുതെ എന്തിനാണ് കടിച്ചു തൂങ്ങി ജീവിക്കുന്നത്? അങ്ങനെയുള്ള ജീവിതം വെറും യാന്ത്രികമായിട്ടുള്ള പിന്നീട് ഫ്യൂച്ചറിൽ വളരെ ദോഷകരമായിട്ട് മാറും. അതിനെക്കാട്ടിലും രണ്ട് വഴിക്ക് പോകേണ്ടവർ രണ്ട് വഴിക്ക് തന്നെ പോകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ കമൻറ്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ കാണുക ഗൈസ്. ബൈ.